വാക്കുപാലിച്ച് ഡിവൈഎസ്പി സ്കൂളിലെ പാത്രങ്ങളും അരിയും മോഷ്ടിച്ച പ്രതിയെ പിടികൂടി. വിദ്യാർത്ഥികൾക്ക് നൽകിയ ഉറപ്പ് നിറവേറ്റി പോലീസ്. കൊടുങ്ങല്ലൂർ കോതപറമ്പ് വാസുദേവ വിലാസം സ്കൂളിലെ ഉച്ചഭക്ഷണത്തിനായി സൂക്ഷിച്ചിരുന്ന അരിയും പാചകപ്പുരയിലെ പാത്രങ്ങളും മോഷ്ടിച്ച കേസിൽ പ്രതിയെ പിടികൂടി. വിദ്യാർത്ഥികൾക്ക് നൽകിയ വാക്കുപാലിച്ച് കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി പി പ്രമോദും സംഘവും. മോഷണ മുതലും കണ്ടെത്തിയതോടെ കുട്ടികൾ കേരള പോലീസിന് നന്ദി അറിയിച്ചു. മോഷണ വിവരമറിഞ്ഞ് സ്കൂളിലെത്തിയ ഡിവൈഎസ്പിയെ പ്രധാന അധ്യാപിക പി ആർ ജ്യോതി 2ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ശിവാമിയുടെ ഡയറിക്കുറിപ്പ് കാണിക്കുകയായിരുന്നു. ഞങ്ങളെ പട്ടിണിയിലാക്കിയ കള്ളനെ കിട്ടിയാൽ ജയിലിലിടണം എന്നായിരുന്നു കുട്ടിയുടെ ഹൃദയസ്പർശിയായ കുറിപ്പ്. ഇത് വായിച്ച ഡിവൈഎസ്പി വിദ്യാർത്ഥികളെ സമീപത്തേക്ക് വിളിച്ചു വരുത്തി, മക്കളെ, ഈ കള്ളനെ ഏറ്റവും അടുത്ത ദിവസം തന്നെ പോലീസ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരും. ഇത് എന്റെ വാക്കാണ് എന്ന് ഉറപ്പു നൽകി. അധ്യാപകർക്കും സമാനമായ ഉറപ്പ് അദ്ദേഹം നൽകിയിരുന്നു. ഞാനും എൻ്റെ പോലീസ് പാർട്ടിയും അന്വേഷണത്തിനായിട്ട് ഇവിടെ വന്ന സമയത്ത് കുട്ടികളുമായി സംസാരിച്ചു. അതിൻ്റെ പിറ്റേ ദിവസം അന്വേഷണത്തിന് വന്നപ്പോഴാണ് 2ാം ക്ലാസ്സിലെ ശിവാമി എഴുതിയ ഒരു ഡയറി ടീച്ചറുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ആ കുട്ടിയുടെ മനസ്സിലും മറ്റുള്ള എല്ലാവരുടെ കുട്ടികളുടെ മനസ്സിലും കള്ളനെ എത്രയും പെട്ടെന്ന് പിടിക്കണം എന്നുള്ള ആഗ്രഹമായിരുന്നു. അത് ഒരാഴ്ചക്കുള്ളിൽ സാധിപ്പിക്കുമെന്ന് ഞങ്ങൾ ഉറപ്പ് കൊടുത്തിരുന്നു. അത് പോലീസിൻ്റെ അശ്രാന്ത പരിശ്രമം കൊണ്ടും കുട്ടികളുടെ പ്രാർത്ഥന കൊണ്ടും 5ാമത്തെ ദിവസം 15-ാം തീയതി മോഷണം നടന്നു. 20-ാം തീയതി തന്നെ നമുക്ക് മോഷ്ടാക്കളെ പിടിക്കാൻ പറ്റി. മോഷണം മുതൽ കണ്ടെടുത്തു. എല്ലാവിധ സഹായങ്ങളും സ്കൂൾ അധികൃത ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഈ കള്ളനെ പിടിച്ചതിൽ അതിയായ സന്തോഷം പോലീസിനും അതുപോലെ കുട്ടികൾക്കും, പ്രത്യേകിച്ച് കള്ളനെ പിടിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി ഡയറി എഴുതിയ ശിവാമിക്കും പോലീസിന്റെ 1000 അഭിനന്ദനം. തുടർന്ന് അന്വേഷണം ഊർജിതമാക്കിയ പോലീസ് ഒരാഴ്ചക്കുള്ളിൽ കേസിലെ മുഖ്യപ്രതിയെ അറസ്റ്റ് ചെയ്തു. അസം സ്വദേശിയായ താജുദ്ദീനാണ് പിടിയിലായത്. സ്കൂളിലെ ഉച്ചഭക്ഷണത്തിനായുള്ള അരിയും പാചകത്തിന് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളും മോഷ്ടിച്ചതിൽ ഇയാൾക്ക് പ്രധാന പങ്കുണ്ടെന്ന് പോലീസ് അറിയിച്ചു. കോടതി റിമാൻഡ് ചെയ്ത പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി സ്കൂളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. തുടർന്ന് പടിഞ്ഞാറൻ വെമ്പല്ലൂരിലെ ഇയാളുടെ സ്ക്രാപ്പ് ഗോഡൌണിനു പിന്നിലെ സെപ്റ്റിക് ടാങ്കിൽ ഒളിപ്പിച്ച നിലയിൽ മോഷണം പോയ പാത്രങ്ങൾ പോലീസ് കണ്ടെത്തി. ഗോഡൌണിൽ ജോലി ചെയ്തിരുന്ന മറ്റു 3 അസം തൊഴിലാളികളുടെ പങ്കിനെക്കുറിച്ചും അന്വേഷണം ഊർജിതമായി തുടരുകയാണ്. വിദ്യാർത്ഥികൾക്ക് നൽകിയ വാഗ്ദാനം പാലിച്ച പ്രതിയെ പിടികൂടുകയും മോഷണം മുതൽ വീണ്ടെടുക്കുകയും ചെയ്ത പോലീസിന്റെ നടപടി സ്കൂൾ അധികൃതരുടെയും നാട്ടുകാരുടെയും അഭിനന്ദനം നേടി. പ്രത്യേകിച്ച് ശിവാമിയുടെ ഡയറിക്കുറിപ്പിന് പിന്നാലെ നൽകിയ ഡിവൈഎസ്പിയുടെ ഉറപ്പ് യാഥാർത്ഥ്യമായത് വിദ്യാർത്ഥികൾക്ക് വലിയ ആശ്വാസവും സന്തോഷവും സമ്മാനിച്ചു. കമ്പി കൊണ്ടൊന്ന് അല്ല ചേച്ചി